ഇൻവെന്ററി കൈകാര്യം ചെയ്യുന്ന ഒരു കമ്പനി എങ്ങനെയാണ് അക്കൗണ്ട്സ് എൻ്റർ ചെയ്യുന്നതെന്ന് നമുക്ക് പഠിക്കാം. അതിനായിട്ട് നമ്മൾ ടാലി ERP9 ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ മുൻപ് കിടന്നിരുന്ന കമ്പനി ഓപ്പണായി കിടക്കുന്ന ഈ പ്രഭാത് ഇലക്ട്രിക്കൽസ് നമുക്ക് ഷട്ട് ചെയ്തിട്ട് പുതിയ കമ്പനി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പഠിക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തിരുന്ന കമ്പനി ക്ലോസ് ചെയ്തിരിക്കുന്നു. കമ്പനി ഇൻഫർമേഷനിൽ ക്രിയേറ്റ് കമ്പനി എന്നുള്ള ഓപ്ഷനുള്ള വിൻഡോ ഇപ്പോൾ നമുക്ക് സ്ക്രീനിലുണ്ട്. അതിൽ സി കീബോർഡിൽ നിന്ന് ഞാൻ പ്രസ് ചെയ്ത് ക്രിയേറ്റ് കമ്പനി എന്നുള്ള ഓപ്ഷൻ എടുക്കുകയാണ്. ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി ചെയ്യുന്ന ഒരു കമ്പനിയാണ്. കമ്പനിയുടെ പേര് ഞാൻ അടിക്കുന്നു, ശ്രീ ഇലക്ട്രോണിക്സ്. എൻ്റർ അടിച്ചു. ഇവിടെ ഞാൻ അഡ്രസ്സ് കൊടുക്കുന്നു, വഴുതക്കാട്, ട്രിവാൻഡ്രം. ഇനി ഇന്ത്യയിലാണ്, സ്റ്റേറ്റ് കേരള ആണ്. അപ്പ് ആരോ ഡൗൺ ആരോ ഉപയോഗിച്ച് കേരള സെലക്ട് ചെയ്തു. പിൻകോഡ് ഞാൻ കൊടുത്തു. ഇനി നമുക്ക് ടെലിഫോൺ നമ്പർ കൊടുക്കാം. ഇനി മൊബൈൽ നമ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആരുടെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അവരുടെ മൊബൈൽ നമ്പർ കൊടുക്കാം. മെയില്, ഇനി ഞാൻ അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി ആണ് ഇവിടെ കിടക്കുന്നത്, അതുകൊണ്ട് ഞാൻ മാറ്റാണ്ട് എല്ലാം എൻ്റർ ചെയ്ത് പോവുകയാണ്. അപ്പം നമുക്ക് ടാലി വോൾട്ട് പാസ്വേഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. എൻ്റർ ചെയ്ത് ഞാൻ കമ്പനി സേവ് ചെയ്തു. ശ്രീ ഇലക്ട്രോണിക്സ് എന്ന കമ്പനി ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കമ്പനിയിലേക്ക് എൻട്രി ചെയ്യാനുള്ള കാര്യങ്ങൾ തുടങ്ങാം. ഇവിടെ ഇൻവെന്ററി നമ്മൾ എനേബിൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഇവിടെ അക്കൗണ്ട്സ് ഇൻഫർമേഷൻ കൂടാതെ ഇൻവെന്ററി ഇൻഫർമേഷൻ കൂടി വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ അക്കൗണ്ട്സ് ഇൻഫർമേഷനിൽ നമുക്ക് കുറച്ച് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്തിടാം. മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഗ്രൂപ്പ്സ് ഏതാണ്ട് എല്ലാം തന്നെ നമുക്ക് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ടാവും. ഏതെങ്കിലും ഗ്രൂപ്പിംഗ് 2-3 ഗ്രൂപ്പുകൾ ഒരുമിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ട്രാവലിംഗ് എക്സ്പെൻസ് തന്നെ പല തരത്തിലുള്ള ട്രാവലിംഗ് എക്സ്പെൻസുകളുണ്ട്. അതൊരു ഹെഡിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 ചെറിയ ഹെഡുകൾ, അതായത് ട്രാവലിംഗ് എക്സ്പെൻസ് ഓരോ വിഭാഗത്തിന്റെ അക്കൗണ്ട്സ് വിഭാഗത്തിന് സെപ്പറേറ്റ് ആയിട്ട് അറിയണം, അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിന് സെപ്പറേറ്റ് ആയിട്ട് അറിയണം. എന്നിങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ട്രാവലിംഗ് എക്സ്പെൻസ് അക്കൗണ്ട്സ്, ട്രാവലിംഗ് എക്സ്പെൻസ് അഡ്മിനിസ്ട്രേഷൻ എന്ന ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഗ്രൂപ്പുകൾ നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് ഗ്രൂപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്താൽ മതി. ഇനി ലെഡ്ജറാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ലെഡ്ജർ ഓട്ടോമാറ്റിക്കായിട്ട് 2 ലെഡ്ജർ ഉണ്ടാവും, ക്യാഷും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. നമ്മളിനി ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. ആദ്യമായിട്ട് നമ്മൾ ക്യാപിറ്റൽ ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഞാൻ എ എന്ന് കൊടുക്കുന്നു. ഇത് ഏതെങ്കിലും ഓണറുടെ പേരാണ് നമ്മളിവിടെ സാധാരണയായി കൊടുക്കേണ്ടത്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുടെ പേര്. ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിൽ മാത്രം നമ്മളിവിടെ പേര് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ജനറൽ ആയിട്ട് ക്യാപിറ്റൽ എന്ന് കൊടുത്താൽ ധാരാളം മതിയാവും. ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് പോകുന്നത്. ഇൻവെന്ററി വാല്യൂസ് അഫക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ സേവ് ചെയ്തു. ഇനി ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. നമ്മൾ ക്യാപിറ്റൽ എ എന്ന് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഡ്രോയിങ്സും നമുക്ക് ഡ്രോയിങ്സ് എ എന്ന് കൊടുക്കാം. അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു പാർട്ട്ണറുടെ പേര്, അങ്ങനെയാണ് നമ്മളത് കണക്കാക്കുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ് ഡ്രോയിങ്സും വരുന്നത്. ഇനി അടുത്ത കുറച്ച് ലെഡ്ജേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിടാം. ട്രാവലിംഗ് എക്സ്പെൻസ്, ഇത് ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ പോകണം. ഓഫീസ് എക്സ്പെൻസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ പോകേണ്ടതാണ്. ടെലിഫോൺ ആൻഡ് ഫാക്സ്
ഇതും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെ. ഇനി ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്. ഫർണിച്ചർ ഫിക്സഡ് അസറ്റ്സിലാണ് പോകുന്നത്. അതേപോലെ തന്നെ നമ്മൾ കമ്പ്യൂട്ടർ ഓഫീസിന് വേണ്ടി മേടിക്കുന്നു. കമ്പ്യൂട്ടർ, ടെലിഫോൺ, ഇതെല്ലാം ഫിക്സഡ് അസറ്റിലേക്ക് പോകേണ്ടതാണ്. ഇനി പോസ്റ്റേജ് ആൻഡ് കൊറിയർ. ഇത് ഇൻഡയറക്റ്റ് എക്സ്പെൻസിലാണ് പോകുന്നത്. ഓഫീസ് റെന്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ പോകണം. പക്ഷെ റെന്റ് അഡ്വാൻസ് നമ്മൾ കൊടുക്കുന്നത് ഡെപ്പോസിറ്റ് അസറ്റിലാണ് പോകേണ്ടത്. ഇനി ഇലക്ട്രിസിറ്റി ചാർജസ്. ഇത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇനി നമുക്ക് വരുന്നത് അഡ്വർടൈസ്മെന്റ് ചാർജ്. ഇത് നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ തന്നെയാണ് വരുന്നത്. അതുപോലെ നമുക്ക് ബിസിനസ് പ്രൊമോഷൻ ചാർജസ്. അതെല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസിലാണ് പോകുന്നത്. നമ്മൾ ഇതുപോലെ ലെഡ്ജേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കമ്പനിയുടെ ഫീച്ചേഴ്സ് എനേബിൾ ചെയ്യണം. ഫീച്ചേഴ്സ് എനേബിൾ ചെയ്യാനായിട്ട് ഫംഗ്ഷൻ ബാറിലുള്ള F11 എന്ന കീ പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ കീബോർഡിലത്തെ ഫംഗ്ഷൻ കീസിൽ F11 പ്രസ് ചെയ്യുകയോ ചെയ്യാം. അക്കൗണ്ടിങ് ഫീച്ചേഴ്സിൽ നമുക്ക് വേണ്ടത് അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി വേണം, മെയിൻറ്റെയിൻ ബിൽ വൈസ് ബില്ല്, മെയിൻറ്റെയിൻ കോസ്റ്റ് സെന്റർ, മോർ ദാൻ വൺ കോസ്റ്റ് കാറ്റഗറി. പർച്ചേസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻവോയ്സിംഗ് ഫോമാറ്റിൽ തന്നെ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോ കൊടുത്താൽ ഇൻവോയ്സ് ഫോമാറ്റ് അല്ലാതെ ഡയറക്റ്റ് ആയിട്ടുള്ള നോർമൽ വോച്ചർ ഫോമാറ്റിൽ കിട്ടും. നമ്മളിവിടെ സേവ് ചെയ്തു. ഇനി ഇൻവെന്ററി ഫീച്ചേഴ്സിൽ നമുക്ക് ഗോഡൗൺസ് ക്രിയേറ്റ് ചെയ്യാം. മൾട്ടിപ്പിൾ സ്റ്റോക്ക് കാറ്റഗറീസ് ക്രിയേറ്റ് ചെയ്ത് പഠിക്കാം. സേവ് ചെയ്തു. നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി ഫീച്ചേഴ്സിൽ വാറ്റ് നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കണം. TDS എല്ലാം വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അനുസരിച്ച് നമുക്കിവിടെ ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ എസ്കേപ്പ് ചെയ്തു. നമ്മൾ അക്കൗണ്ട്സ് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് കോസ്റ്റ് കാറ്റഗറീസ്. കോസ്റ്റ് കാറ്റഗറീസ് നമുക്ക് രണ്ട് തരത്തിൽ ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് അക്കൗണ്ടിങ് ലെഡ്ജേഴ്സിന് കോസ്റ്റ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാം. അത് വേണ്ടി വരുന്നത് നമുക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ എക്സ്പെൻസ് ആർക്കൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഡിവിഷനാണ് കൃത്യമായിട്ട് പോയത് എന്ന് അറിയാനായിട്ട് നമ്മൾ അക്കൗണ്ടിങ്ങിൽ നമ്മൾ കോസ്റ്റ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യും. കോസ്റ്റ് കാറ്റഗറി നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഓൾറെഡി ഉള്ളത് പ്രൈമറി കോസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. അത് നമ്മുടെ MD ഡയറക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡയറക്റ്റ് ഇടാനായിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയി നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ഡിവിഷൻ, അക്കൗണ്ട്സ് ഡിവിഷൻ, മാർക്കറ്റിംഗ്, 3 ഡിവിഷൻ നമ്മളിവിടെ കോസ്റ്റ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ കോസ്റ്റ് കാറ്റഗറിയുടെ അടിയിലായിട്ട് നമുക്ക് കോസ്റ്റ് സെന്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. കോസ്റ്റ് സെന്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ
ഓണർക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഓണറുടെ പേരുണ്ടെങ്കിൽ പേര് കൊടുത്ത് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി അടുത്തത് അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിൽ അഡ്മിൻ മാനേജർ. അടുത്തത് അക്കൗണ്ട്സ് ഡിവിഷനിലെ അക്കൗണ്ട്സ് മാനേജർ, അക്കൗണ്ടന്റ്. മാർക്കറ്റിംഗ് ഡിവിഷനിലെ മാർക്കറ്റിംഗ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. സാധാരണയായി നമ്മൾ ഈ മാർക്കറ്റിംഗ് ഡിവിഷനാണ് ഇത് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യാറ്. ഇനി നമ്മൾ വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാം. വൗച്ചർ ടൈപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് 4 വൗച്ചർ ടൈപ്പാണ്. ഒന്ന് ക്യാഷ് പേയ്മെന്റ്, ക്യാഷ് റെസീറ്റ്, ബാങ്ക് പേയ്മെന്റ്, ബാങ്ക് റെസീറ്റ്. റെസീറ്റും പേയ്മെന്റും വൗച്ചർ ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടാകും. നമുക്ക് അതിൽ തന്നെ ക്യാഷും ബാങ്കും എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റർ ചെയ്യാം. പക്ഷേ ക്യാഷ് പേയ്മെന്റും ബാങ്ക് പേയ്മെന്റും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ സീരിയൽ നമ്പർ കറക്റ്റായിട്ട് കണ്ടിന്യൂസ് സീരിയൽ നമ്പർ ഓരോ സെറ്റിലും നമുക്ക് കിട്ടും. അതുകൂടാതെ ഡാറ്റ സെർച്ച് ചെയ്തെടുക്കാനും എളുപ്പമുണ്ടാവും. ക്യാഷ് പേയ്മെന്റ് വൗച്ചർ ഞാനിപ്പോൾ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. ക്യാഷ് പേയ്മെന്റ് അണ്ടർ പേയ്മെന്റ് എന്ന വൗച്ചറിലാണ് വരുന്നത്. ഓട്ടോമാറ്റിക് സേവ് ചെയ്തു. ക്യാഷ് റെസീറ്റ്, റെസീറ്റ് എന്ന വൗച്ചറിൽ പോകും. ഓട്ടോമാറ്റിക് സേവ് ചെയ്തു. ബാങ്ക് പേയ്മെന്റ് വൗച്ചറിൽ പോകണം. ബാങ്ക് റെസീറ്റ്, റെസിപ്റ്റ് എന്ന വൗച്ചറിൽ പോകണം. അത് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് സെയിൽസ് വേണമെങ്കിൽ പർട്ടിക്കുലർ ആയിട്ട് ക്രെഡിറ്റ് സെയിലും ക്യാഷ് സെയിലും സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് വൗച്ചർ ടൈപ്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇൻവെന്ററി ഇൻഫർമേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് സ്റ്റോക്ക് ഗ്രൂപ്പ്, സ്റ്റോക്ക് കാറ്റഗറി, സ്റ്റോക്ക് ഐറ്റം, യൂണിറ്റ്സ് ഓഫ് മെഷേഴ്സ്, ഗോഡൗൺസ്, വാറ്റ് കമോഡിറ്റി. ആദ്യം നമുക്ക് യൂണിറ്റ്സ് ഓഫ് മെഷേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ നമ്പേഴ്സിലാണ് സാധാരണയായി സാധനങ്ങൾ വാങ്ങുന്നത്, എണ്ണത്തിൽ. അപ്പോൾ നമ്മൾ നമ്പേഴ്സ് എന്ന് ക്രിയേറ്റ് ചെയ്തു. ഫോർമുല നെയിം നമ്പേഴ്സ്. ഇനി നമ്മൾ വയർ പോലെയുള്ള ഏതെങ്കിലും ഐറ്റം വാങ്ങുകയാണെങ്കിൽ മീറ്റേഴ്സിൽ വാങ്ങാനായിട്ട് സാധ്യതയുണ്ട്. മീറ്റേഴ്സ്, ഇത് മീറ്റേഴ്സ്. സാധാരണയായിട്ട് നമുക്ക് എത്രയാണ് വൗച്ചേഴ്സ് വേണ്ടി വരിക, യൂണിറ്റ്സ് വേണ്ടി വരിക. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് നമുക്കിനി ക്രിയേറ്റ് ചെയ്യാം. ഞാൻ എസ്കേപ്പ് ചെയ്തു. യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്തു നമ്മൾ. ഇനി സ്റ്റോക്ക് ഐറ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ റെഫ്രിജറേറ്റർ എന്ന ഒരു ഐറ്റമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് സാംസങ് കമ്പനിയുടെ റെഫ്രിജറേറ്റർ 190 ലിറ്റേഴ്സിൻ്റെ ആണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തത്. ഇത് അണ്ടർ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാണ്. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു റെഫ്രിജറേറ്റർ. അണ്ടർ പ്രൈമറി റെഫ്രിജറേറ്റർ എല്ലാം കൂടി ടോട്ടൽ എത്രയാണ്, ഇപ്പം എല്ലാ കമ്പനീസിൻ്റെയും കൂടി എത്രയാണെന്നൊക്കെ അറിയാനായിട്ട് നമ്മളിവിടെ യെസ് എന്ന് കൊടുത്തു. ഇനി നമുക്കിവിടെ കാറ്റഗറിയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത് പലതരത്തിലുള്ള കമ്പനികളുടെ റെഫ്രിജറേറ്റർ ഉണ്ടാകാം. നമ്മളിവിടെ ഗോദ്രേജ്, ഇനി അവിടെ തന്നെ സാംസങ്, ഇത് നമ്മൾ സാംസങ്ങിൻ്റെയാണ് ക്രിയേറ്റ് ചെയ്തത്. നമ്മൾ സാംസങ്ങിൻ്റെ ഒരു ലെജർ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഗോദ്രേജ് ചെയ്തിട്ടൊന്നും മാത്രം.
നമ്പേഴ്സിലാണ് നമ്മൾ വാങ്ങുന്നത്. റേറ്റ് ഓഫ് ഡ്യൂട്ടി നമുക്ക് ഡ്യൂട്ടി വരുന്നില്ല. നമ്മൾ റേറ്റ് ഓഫ് ടാക്സ് 12% കൊടുക്കുന്നത്. ക്വാണ്ടിറ്റി നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഒന്നും ഇല്ല. ഇനി നമ്മൾ റെഫ്രിജറേറ്റർ തന്നെ ഗോദ്രേജ് റെഫ്രിജറേറ്റർ ആണ് കൊടുക്കുന്നത്. 190 ലിറ്റേഴ്സ് അണ്ടർ റെഫ്രിജറേറ്റർ ഗോദ്രേജ് നമ്പേഴ്സ് 12.5 സേവ് ചെയ്തു. ഇനി സാംസങ് തന്നെ $220 ലിറ്റേഴ്സ് under refrigerator Samsung numbers 3.5 ഇനി ഗോദ്രേജ് ഇനി നമുക്ക് ടെലിവിഷൻ ക്രിയേറ്റ് ചെയ്യാം. ടെലിവിഷൻ സാംസങ് ടെലിവിഷൻ 20 ഇഞ്ച്. ഇവിടെ വരുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ടെലിവിഷൻ. യെസ്, ഇവിടെ നമ്മൾ ഓൾട്ട് സി അടിച്ചിട്ട് നമ്മൾ സാംസങ് ഇവിടെ ഉണ്ട്. സാംസങ് നമ്മൾ സെലക്ട് ചെയ്തു, നമ്പേഴ്സ് സെലക്ട് ചെയ്തു. ടെലിവിഷൻ 4% ടാക്സ് നടുവാണ്. ഇനി LG ഇഞ്ച്. ഇവിടെ നമ്മൾ ടെലിവിഷനിൽ ഇട്ടു, ഓൾട്ട് സി കൊടുത്ത് LG എന്ന് ക്രിയേറ്റ് ചെയ്തു. അണ്ടർ പ്രൈമറി നമ്പേഴ്സ് 4% എന്നാണ് കൊടുക്കുന്നത്. ഇനി വാഷിംഗ് മെഷീൻ $6 kg. ഇവിടെ നമ്മൾ ഓൾട്ട് സി കൊടുത്ത് വാഷിംഗ് മെഷീൻ. താഴെ പ്രൈമറി can quantities to be added yes. ഇവിടെ വാഷിംഗ് മെഷീൻ ഏത് കമ്പനിയാണെന്ന് നമ്മളിവിടെ കൊടുക്കുകയാണെങ്കിൽ LG വാഷിംഗ് മെഷീൻ 6 kg. ഇവിടെ വരുമ്പോൾ LGയിലേക്ക് കൊടുക്കാം. നമ്പേഴ്സ് 12% കൊടുക്കുന്നു. ഇതിൻ്റെ എല്ലാം കറക്റ്റായിട്ടുള്ള ടാക്സ് നോക്കി വേണം നമ്മൾ എൻട്രി ചെയ്യാൻ. പഠിക്കാനായതുകൊണ്ട് ഞാൻ കൃത്യമായിട്ടുള്ള ടാക്സ് അല്ല എൻ്റർ ചെയ്യുന്നത്. ഇനി വാഷിംഗ് മെഷീൻ എടുത്തത് സാംസങ്. വാഷിംഗ് മെഷീൻ്റെ ഫുള്ളായിട്ട് അടിക്കണമെന്നില്ല, WM എന്നടിക്കാം. 5 kg. ഇവിടെ വാഷിംഗ് മെഷീൻ അണ്ടർ സാംസങ് നമ്പേഴ്സ്. അതുപോലെ ഇനി ഇതിൽ നമുക്ക് സ്റ്റോക്ക് കാറ്റഗറി നമുക്ക് ഇനി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സ്റ്റോക്ക് കാറ്റഗറി ഇവിടെ നമുക്ക് പോയി ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ അവിടെ നിന്ന് നേരെ ക്രിയേറ്റ് ചെയ്തു എന്ന് മാത്രം. ഗോദ്രേജ്, LG, സാംസങ് എന്നുള്ള കാറ്റഗറീസ് നമുക്ക് നേരത്തെ അറിയാമെങ്കിൽ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റോക്ക് ഐറ്റം എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ സ്റ്റോക്ക് ഐറ്റം ഡിസ്പ്ലേ ചെയ്യാം. ഇത്രയും നമ്മൾ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. യൂണിറ്റ്സ് ഓഫ് മെഷേഴ്സ് നമ്മൾ എൻ്റർ ചെയ്തു. ഇനി നമുക്ക് ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യാം. ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഓൾറെഡി ഒരു മെയിൻ ലൊക്കേഷൻ ഉണ്ട്. നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ വാഷിംഗ് മെഷീൻ ഒരു ഏരിയ, ഒരു മുറി, ഒരു ഗോഡൗൺ ആയിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ വാങ്ങുന്ന
ഒരു ഫസ്റ്റ് ഗോഡൗണിൽ ഒരു ഐറ്റം വെച്ചു, സെക്കൻഡ് ഗോഡൗണിൽ ഒരു ഐറ്റം വെച്ചു, അങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൂടി നമുക്കത് എളുപ്പമായിരിക്കും. ഗോഡൗൺ ടി വി. അപ്പോൾ ടി വിയുടെ ഗോഡൗണാണ് നമ്മളിങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ടി വി നമ്മൾ അടിക്കുമ്പോൾ ഈ ഗോഡൗണിലേക്ക് ആയിരിക്കും നമ്മൾ അടിക്കുന്നത്. അടുത്തത് ഗോഡൗൺ ഫ്രിഡ്ജ്. ഫ്രിഡ്ജ് വയ്ക്കുമ്പോൾ എടുക്കാം. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ജനറലായിട്ട് മെയിൻ ഗോഡൗണിലേക്കാണ് സൂക്ഷിക്കുന്നത്. ഇനി നമ്മൾ ഇൻവെന്ററി ഇൻഫർമേഷൻ എൻ്റർ ചെയ്തു, അക്കൗണ്ട്സ് ഇൻഫർമേഷൻ എൻ്റർ ചെയ്തു. നമുക്കിനി അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എൻ്റർ ചെയ്യാനായിട്ട് തുടങ്ങാം. അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് വൗച്ചർ എൻട്രി എടുത്തു. ഇതിൽ നമ്മൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ആദ്യം ചെയ്യാം. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ക്യാഷ് ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ക്യാഷ് റെസിപ്റ്റ് ആണ് വരുന്നത്. F6 ക്യാഷ് റെസിപ്റ്റ്, ക്യാഷ് ടു ക്യാപിറ്റൽ. 5 ലക്ഷം രൂപ ക്യാപിറ്റൽ ഡെപ്പോസിറ്റ് ചെയ്തു എന്നിരിക്കുക. നരേഷൻ ബീങ് the capital invested. ഇവിടെ സേവ് ചെയ്തു. നമ്മൾ ഇനിയിപ്പോൾ ഒരു 2 അഡ്വാൻസ് കൊടുക്കുകയാണ്. അത് നമ്മൾ ക്യാഷ് ആയിട്ട് തന്നെയാണ് 2 അഡ്വാൻസ് കൊടുത്തത്. അതൊരു പേയ്മെൻറ്റ് വൗച്ചറാണ്. അതുകൊണ്ട് F5 എടുത്ത് ക്യാഷ് പേയ്മെൻറ്റ് നമ്മൾ എടുക്കണം. ക്യാഷിൽ 2 അഡ്വാൻസ് നമ്മൾ കൊടുത്തു. 50,000 രൂപ നമ്മൾ 2 അഡ്വാൻസ് കൊടുത്തു. നമ്മൾ എൻട്രി ചെയ്യാം. being the payment made, being the advance, red advance paid എന്ന് കൊടുക്കാം. എത്ര മാസത്തെയാണെന്ന് കൊടുക്കാം. സേവ് ചെയ്തു. നമ്മൾ ഫർണിച്ചർ വാങ്ങാനായിട്ട് കുറച്ച് പൈസ എടുത്തിട്ടുണ്ട്. നമുക്ക് നരേഷൻ being the furniture, നമുക്ക് ഫർണിച്ചറിന് വേണ്ടി നമ്മൾ കൊണ്ടുവരാനായിട്ട് കൊടുത്ത ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ഈ ഫർണിച്ചറിൻ്റെ ഇതിൽ തന്നെയാണ് കൊടുക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ഫർണിച്ചർ ട്രാൻസ്പോർട്ടേഷൻ എന്ന അക്കൗണ്ടിലാണ് നമ്മൾ ഇടുക. ഓൾട്ട് സി അടിച്ചു. അണ്ടർ ഫിക്സഡ് അസറ്റിൽ പോകണം. 250 രൂപ നമ്മൾ കൊടുത്തു. നമ്മൾ എൻ്റർ ചെയ്യാം. ബീയിങ് ദ ട്രാൻസ്പോർട്ടേഷൻ, ഇത് നമ്മൾ അടുത്ത ദിവസത്തേക്ക് എൻട്രി പോവുകയാണ്. വൗച്ചർ ഡേറ്റ് നമ്മളിവിടെ മാറ്റി. വൗച്ചർ ഡേറ്റ് F2 പ്രസ് ചെയ്താൽ നമുക്ക് അടുത്ത ദിവസത്തേക്കുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമ്മളിപ്പോൾ ഇതിൽ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ 2 എന്നുള്ളതിന് പകരം നമ്മൾ 5-4 എന്ന ഡേറ്റ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് 5-ാം തീയതി എൻട്രി ചെയ്യാം. അതിന് പകരം നമ്മളിപ്പോൾ 2-4 എന്ന് കൊടുത്താൽ തിരിച്ച് 2-ാം തീയതിയിലേക്ക് എൻട്രി ചെയ്യാൻ വരും. വെറുതെ F2 കൊടുത്താൽ അടുത്ത ഡേറ്റിലേക്ക് കയറിപ്പോകും. ഇനി അടുത്ത ദിവസം എനിക്ക് വന്ന എൻട്രി ഞാനൊരു കോമ്പൗണ്ട് എൻട്രി ആയിട്ട് ഇടുകയാണ്. അതായത് ഒന്നിൽ കൂടുതൽ എൻട്രീസ് ഒറ്റ വൗച്ചറിൽ തന്നെ എൻട്രി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ക്യാഷ് എൻട്രി നമ്മൾ കൊടുത്തു. ഫോൺ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് പൈസ ചിലവായി. ടെലിഫോൺ ആൻഡ് ഫാക്സ് 15 രൂപ. അക്കൗണ്ട്സ് ഡിവിഷനിലെ അക്കൗണ്ടൻ്റാണ് ചെയ്തത്. ഇനി ട്രാവലിംഗ് എക്സ്പെൻസ് വന്നിട്ടുണ്ട് 75 രൂപ. ഇത് വരുന്നത് അക്കൗണ്ട്സ് അല്ല, അഡ്മിനിസ്ട്രേഷൻ ഡിവിഷനിലെ അഡ്മിൻ മാനേജർ പോയതിൻ്റെ. ഇനി ഓഫീസ് എക്സ്പെൻസ് നമുക്ക് ചായയുടെ ചാർജ് ഒരു 25 രൂപ വന്നിട്ടുണ്ട്.
ഇതിൽ നമുക്ക് ഓഫീസ് എക്സ്പെൻസിൽ നമുക്ക് ശരിക്കും കോസ്റ്റ് കാറ്റഗറി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ അറിയാണ്ട് നമുക്ക് അങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഓഫീസ് എക്സ്പെൻസ് എന്ന ലെഡ്ജർ സെലക്ട് ചെയ്തതിന് ശേഷം തിരിച്ചു പോയി അതിൽ കൺട്രോൾ എൻ്റർ സെലക്ട് ചെയ്ത് എൻട്രി അടിച്ചതിന് ശേഷം ബാക്ക് സ്പേസ് അടിച്ച് ആ വൗച്ചർ എൻട്രിയിൽ ആ ഹെഡിൽ പോയിട്ട് കൺട്രോൾ കീ പ്രസ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്താൽ നമ്മളത് ക്രിയേറ്റ് ചെയ്ത വിൻഡോ നമുക്ക് ഓപ്പൺ ആയി വരും. ആ വിൻഡോയിൽ നമുക്ക് കറക്ഷൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് കോസ്റ്റ് സെൻറ്റർ വേണ്ട എന്ന് കൊടുത്താൽ നമുക്ക് അവിടെ കോസ്റ്റ് ചോദിക്കില്ല. നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ ലെഡ്ജറിനും കോസ്റ്റ് കൊടുക്കുകയും കോസ്റ്റ് കൊടുക്കാതിരിക്കുകയും ചെയ്യാം. ഇവിടെ അഡ്മിൻ മാനേജർ എന്ന് പറയുന്നിടത്ത് അഡ്മിൻ മാനേജറുടെ പേര് കൊടുത്താണെങ്കിലും നമുക്കത് എൻ്റർ ചെയ്യാം. ഇവിടെ നരേഷൻ കൊടുക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ടെലിഫോൺ ഫാക്സ് എത്ര, ട്രാവലിംഗ് എത്ര, ഓഫീസ് എക്സ്പെൻസ് എത്ര എന്ന് കൊടുക്കണമെന്ന് മാത്രം എൻ്റർ ചെയ്തു. ഇനി വരുന്ന ചാർജ് നമ്മൾ ബാങ്കിലേക്ക് കുറച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാങ്ക് ടു ക്യാഷ് ട്രാൻസാക്ഷൻസ് കോൺട്ര എൻട്രി വഴിയാണ് ചെയ്യുന്നത്. കോൺട്ര വൗച്ചർ എടുത്തു. നമ്മുടെ ബാങ്ക് നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ബാങ്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് Alt C കൊടുത്തു. ഞാനിവിടെ ഫെഡറൽ ബാങ്കാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല, ബാങ്ക് അക്കൗണ്ട്സിലാണ് കൊടുക്കുന്നത്. ഇവിടെ കോസ്റ്റ് സെന്റർ ആപ്ലിക്കബിൾ അല്ല, അതിൻ്റെ ആവശ്യമില്ല. ഇഫക്റ്റീവ് ഡേറ്റ് ഓഫ് റീകൺസിലേഷൻ ചോദിക്കുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് മുതൽ നമുക്ക് റീകൺസിലേഷൻ തുടങ്ങണം. ഇനി അടുത്തത് വരുന്നത് സെറ്റ് ഓർ ഓൾട്ടർ ബാങ്ക് ഡീറ്റെയിൽസ് ആണ്. ഇത് നമുക്ക് റീകൺസിലേഷൻ ഇപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് റീകൺസിലേഷൻ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ടാലി ERP 9-ലുണ്ട്. അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഏത് ബാങ്കിലാണോ അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കിൽ നിന്നും ഒരു നമ്മുടെ റിക്കൺസൈൽ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ഓൺലൈൻ കോപ്പി ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിൽ ഏതൊരു ഭാഗത്ത് സേവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ബാങ്ക് ലെഡ്ജറിൽ വന്ന് ഇന്റർനെറ്റ് കണക്ട് ചെയ്ത് വച്ചതിന് ശേഷം സെറ്റ് ഓർ ഓൾട്ടർ ബാങ്ക് ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ യെസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ എൻ്റർ അടിക്കുമ്പോൾ ഇന്റർനെറ്റ് കണക്റ്റഡ് ആയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ടാലി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്കിന്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചു തരും. ഇപ്പോൾ ഇതിൽ ഫെഡറൽ ബാങ്കിന്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. F1 അടിക്കുമ്പോൾ ഫെഡറൽ ബാങ്ക് നമുക്ക് കാണാം. ഫെഡറൽ ബാങ്ക് ഞാൻ സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു. ഇനി നമുക്ക് ഈ ഓപ്ഷനിൽ ചെക്ക് ബുക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. ചെക്ക് പ്രിന്റിംഗ് കോൺഫിഗറേഷൻ നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് കൂടാതെ ആക്റ്റീവ് ഓട്ടോ റീകൺസിലേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതായത് ഓരോ എൻട്രി ബൈ എൻട്രി നമ്മൾ പോയി റീകൺസൈലേഷൻ നടത്താതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെന്റും ടാലിയും ബാങ്കിലെ സ്റ്റേറ്റ്മെന്റും തമ്മിലുള്ള റീകൺസിലേഷൻ നടന്ന് ഏതൊക്കെ എൻട്രിയാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്ന ലിസ്റ്റ് നമുക്ക് ടാലി കാണിച്ചു തരും. അത് എനേബിൾ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ യെസ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു കൊടുക്കണം. ഇവിടെ അത് കഴിഞ്ഞാൽ വരുന്നത് ഓൾട്ടർ ലൊക്കേഷൻ ഓഫ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഫയൽസ്. നമ്മളിവിടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഏത് ഭാഗത്താണ് ഫയൽ ചെയ്തിരിക്കുന്നത് എന്നുള്ള പാത്ത് നമ്മളിവിടെ അടിച്ചു കൊടുക്കണം. ഞാനിവിടെ യെസ് എന്ന് കൊടുക്കുന്നു. ഇതാണ് നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ലൊക്കേഷൻ അടിച്ചു കൊടുക്കാനുള്ള സ്ഥലം. പുതിയ ബാങ്കാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പുതിയ ബാങ്കിന്റെ ലൊക്കേഷൻ ഈ സ്ഥലത്ത് കൊടുക്കുക. ഇമ്പോർട്ടഡ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എവിടെയാണ് നമ്മൾ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അതും നമ്മളിവിടെ കൊടുക്കണം. രണ്ട് ലൊക്കേഷനും നമ്മൾ കൊടുക്കുക. എങ്ങനെയാണ് ഈ പാത്ത് ടൈപ്പ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ PC-യുടെ പാർട്ടീഷൻ ഭാഗം എടുക്കുകയാണ്. ഈ PC രണ്ട് ഭാഗങ്ങളായിട്ട് ഇതിന്റെ ഹാർഡ് ഡിസ്ക് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇത് എക്സ്റ്റേണൽ ഡ്രൈവുകളാണ്. C-യും E-യും ആണ് നമുക്ക് ഇപ്പോൾ ഉള്ള പാർട്ടീഷൻ. അപ്പൊ ഈ പാർട്ടീഷനിൽ നമ്മൾ എവിടെയാണ് ഇത് സേവ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ പാത്ത് കൊടുക്കുക, അതായത് വഴി കാണിച്ചു കൊടുക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ C ക്ലിക്ക് ചെയ്തു. അപ്പൊ ഇവിടെ ദിസ് PC കഴിഞ്ഞ് ലോക്കൽ ഡിസ്ക് C എന്ന് വന്നിരിക്കുന്നു. ഈ ലോക്കൽ ഡിസ്ക് വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് ആവശ്യമില്ല. C ഇതിന് ബ്രാക്കറ്റും ഇടേണ്ട കാര്യമില്ല. C എന്നാണ് നമ്മൾ ഇതിൽ ടൈപ്പ് ചെയ്യുന്നത്. ഇതിൽ യൂസേഴ്സ് എന്ന ഭാഗത്ത് അപ്പോൾ യൂസേഴ്സ് എന്ന് വന്നിരിക്കുന്നു. ഈ ഓരോ ആരോയ്ക്കും പകരം നമ്മൾ സ്ലാഷ് എന്ന സെപ്പറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ പബ്ലിക്കിൽ വീണ്ടും ഒരു സെക്ഷൻ കൂടി വന്നു. ഈ ടാലി ERP 9 എന്ന സെക്ഷനിൽ
ഡാറ്റയിലാണ് നമ്മുടെ ഫയൽ കിടക്കുന്നത് എന്നാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത്. നമ്മൾ എവിടെയാണോ ഫയൽ സേവ് ചെയ്തിരിക്കുന്നത് ഇതുമാതിരി ആ ഫയൽ നമ്മൾ സിസ്റ്റത്തിന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ടാലി ഓട്ടോമാറ്റിക്കായിട്ട് റീകൺസിലേഷൻ ചെയ്തു തരും. ഇവിടെ ഞാൻ തിരിച്ചു പോയിട്ട് ഇതെല്ലാം നോ എന്ന് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ്, അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കുക. നമ്മളിവിടെ ഫയൽ സേവ് ചെയ്യാം. ഇവിടെ ക്യാഷ്, ഇവിടെ നമ്മൾ ഫെഡറൽ ബാങ്കിലേക്കാണ് ക്യാഷ് ആണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫെഡറൽ ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു. 2,70,50,000 രൂപയാണ് ഞാനിവിടെ ക്യാഷ് ഫെഡറൽ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. ഇവിടെ നമ്മൾ ക്യാഷിന്റെ ഡീറ്റെയിൽസ്, ഡിനോമിനേഷൻ എങ്ങനെയാണ് നമ്മൾ കൊടുത്തതെന്നുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ കൊടുക്കാം. ഇത് കൊടുത്തില്ലെങ്കിലും ഈ ഫയൽ ആക്സെപ്റ്റ് ചെയ്തോളൂ. നമ്മളിവിടെ ബീയിങ് ദ ക്യാഷ് എന്ന് നരേഷൻ അടിച്ചു. ഇനി നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത് ഒരു പർച്ചേസ് ഇൻവോയ്സ് ആണ്. പർച്ചേസ് ഇൻവോയ്സ് എൻ്റർ ചെയ്യാനായിട്ട് നമുക്കറിയാം F9 ആണ് നമ്മുടെ അതിനുള്ള ഷോർട്ട് കട്ട് കീ. സംശയമുണ്ടെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ ബാറിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷൻ ബാറിൽ നിന്ന് F9 പ്രസ് ചെയ്ത് പർച്ചേസ് ഇൻവോയ്സ് വൗച്ചർ എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. സപ്ലയർ ഇൻവോയ്സ് നമ്പറാണ് ആദ്യം ചോദിക്കുന്നത്. കിട്ടിയ പർച്ചേസ് ബില്ലിലുള്ള നമ്പറാണ് ഈ നമ്പർ. നമ്മൾ വാങ്ങിയ പർച്ചേസ് ബില്ലിന്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നു. വാങ്ങിയ ഡേറ്റ് എൻ്റർ ചെയ്തു. ക്യാഷ് കൊടുത്താണ് നമ്മൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ക്യാഷ് എന്ന് എൻ്റർ ചെയ്താൽ മതി. നമ്മൾ ചെക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഏത് ബാങ്കിന്റെ ചെക്കാണോ കൊടുക്കുന്നത് ആ ബാങ്കിന്റെ എൻട്രിയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ അത് ക്രെഡിറ്റ് ആയിട്ടാണ് പർച്ചേസ് ചെയ്തതെന്ന് എൻ്റർ ചെയ്യുന്നു. ഞാനിവിടെ സാംസങ് ഇലക്ട്രോണിക്സിന്റെ കയ്യിൽ നിന്നും ആണ് ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ Alt+C സെക്കൻഡറി ലെഡ്ജർ ക്രിയേഷൻ പ്രസ് ചെയ്ത് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നു. ഇവിടെ ഞാൻ സാംസങ് ഇലക്ട്രോണിക്സ് ഇന്ത്യ ലിമിറ്റഡ് എന്നൊരു പേര് ക്രിയേറ്റ് ചെയ്തു. എൻ്റർ അടിച്ചു. ഇത് സൺഡ്രി ക്രെഡിറ്റേഴ്സിലാണ് പോകേണ്ടത്. സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്ന ഓപ്ഷൻ എടുത്തു. മെയിൻറ്റെയിൻ ബിൽ വൈസ് ബില്ല് യെസ് കൊടുത്തിട്ടുണ്ട്. ഇൻവെന്ററി വാല്യൂസ് അഫക്ട് ചെയ്യണ്ട. ഇവിടെ ഞാൻ എൻ്റർ അടിച്ചപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. ഇതിൽ ഞാനിവിടെ ടിൻ നമ്പർ ഇവിടെ കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ ടിൻ നമ്പർ എൻട്രി വന്നേനെ. ഞാനിവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ കൊടുക്കുന്നു. CST നമ്പറും ഒരു നമ്പർ ഞാനിവിടെ കൊടുക്കും. സാംസങ് ഇലക്ട്രോണിക്സിന്റെ അഡ്രസ്സ് ഞാൻ MG റോഡ് എറണാകുളം എന്ന് കൊടുക്കുകയാണ്. ഈ ഒരു ഫീൽഡിൽ മാത്രം നമ്മൾ ക്യാപ്സ് ലോക്കും സ്മോൾ ലെറ്ററും സെപ്പറേറ്റ് ആയിട്ട് എൻ്റർ ചെയ്താൽ മാത്രമേ അത് വരികയുള്ളൂ. എൻ്റർ ചെയ്തു. ഇവിടെ നമ്മൾ ടിൻ നമ്പർ കമ്പനിയുടെ വാങ്ങുന്ന കസ്റ്റമറുടെ ടിൻ നമ്പറാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. മുൻപ് നമ്മൾ കൊടുത്തത് നമ്മുടെ കമ്പനിയുടെ ടിൻ നമ്പറും ഡീറ്റെയിൽസ്. അതോ നമ്മൾ കമ്പനി ക്രിയേഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എടുക്കും. സേവ് ചെയ്തു. ഇനി നമ്മൾ പർച്ചേസ് ചെയ്ത ഐറ്റത്തിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഞാനിവിടെ സാംസങ് റെഫ്രിജറേറ്റർ 190 ലിറ്ററിന്റെ ഗോഡൌൺ നമ്മൾ മുൻപ് ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിന്റെ ഗോഡൌണിലേക്ക് തന്നെയാണ് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് അതാണ് കിടക്കുന്നത് ഫസ്റ്റ്. അപ്പോൾ അത് തന്നെ വന്നു. ഏതെങ്കിലും തരത്തിൽ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കതവിടെ മാറ്റി കൊടുക്കാം. ഞാനൊരു 5 ഫ്രിഡ്ജാണ് വാങ്ങിയത്. 7,890 രൂപ വില വരുന്ന 5 ഫ്രിഡ്ജ്. ഇത് 12% നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ പർച്ചേസ് ലെഡ്ജർ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. 12% ആണ്. ഫ്രിഡ്ജിന് 12% ടാക്സ് ആണെന്ന് കൊടുത്ത് ഞാനൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. ഇവിടെ Alt+C കൊടുത്ത് പർച്ചേസ് എന്നൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നു. പർച്ചേസ് 12%. ഇത് ഫ്രിഡ്ജിന് നമുക്ക് വന്ന ബില്ലിലുള്ള എത്ര ശതമാനമാണോ ആ പെർസെൻറ്റേജാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ വരുന്നത് പർച്ചേസ് അക്കൗണ്ട് വരണം. ഇനി
ഇൻവെന്ററി വാല്യൂസ് എഫക്ട് ചെയ്യണം. ടൈപ്പ് ഓഫ് ലെഡ്ജർ നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കാം. കോസ്റ്റ് സെന്റർ ഇവിടെ വേണമെന്നില്ല. വാറ്റ് റിട്ടേൺസ് യെസ്. ഇവിടെ വരുന്നത് പർച്ചേസ് അക്കൗണ്ട് 12.5 എന്ന ലെഡ്ജർ സെലക്ട് ചെയ്യണം. യൂസ് അസബിൾ വാല്യൂ കാൽക്കുലേഷൻ യെസ് കൊടുക്കണം. അതായത് ഇൻകം ടാക്സ് അസസ്മെന്റിന് നമ്മൾ വാല്യൂ വച്ച് കൊടുക്കണമെങ്കിൽ നമ്മളിവിടെ യെസ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വാറ്റ് റിട്ടേൺസ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വന്നോളൂ. ഇവിടെ നമ്മൾ വാല്യൂ ബേസിലാണ് കൊടുക്കുന്നത്. എൻട്രി ചെയ്തു. ഇനി വാറ്റ് ക്ലാസ് 12% നമ്മൾ സെലക്ട് ചെയ്തു. ഇനി അടുത്തത് സാംസങ് റെഫ്രിജറേറ്റർ 220 ലിറ്റേഴ്സും ഗോഡൗൺ ഫ്രിഡ്ജിൻ്റെ തന്നെയാണ്. ഞാനൊരു 5 എണ്ണമാണ് വാങ്ങുന്നത്. 220 ലിറ്റേഴ്സ് 9,820 രൂപ കൊടുത്ത് വാങ്ങി ഒരെണ്ണത്തിന്. എൻ്റർ ചെയ്തു. ഇതും പർച്ചേസ് 12% തന്നെ ഞാൻ എൻ്റർ ചെയ്യുന്നു. ഇനി ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ടെലിവിഷൻ 20 ഇഞ്ചിൻ്റെ ടെലിവിഷൻ ഒരെണ്ണം വാങ്ങാനാണ്. ടെലിവിഷനാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഗോഡൗൺ. അപ്പോൾ ഫ്രിഡ്ജാണ് ആദ്യം കിടക്കുന്നത്. ഞാൻ തിരിച്ചു പോയി ഗോഡൗൺ TV എന്ന ഗോഡൗണിലേക്ക് എടുത്തു. ക്വാണ്ടിറ്റി 7 TV ഞാൻ വാങ്ങുന്നു. ഒരു TVക്ക് 6,850 രൂപ വെച്ച് വാങ്ങി. ഇതിൻ്റെ വാറ്റ് ക്ലാസ് നമ്മൾ പർച്ചേസ് 4% കൊടുത്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. നമ്മളിവിടെ പർച്ചേസ് 4% എന്നൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. ഇതും പർച്ചേസ് അക്കൗണ്ടിലാണ് പോകേണ്ടത്. ഇൻവെന്ററി വാല്യൂസ് എഫക്ട് ചെയ്യണം. നോട്ട് ആപ്ലിക്കബിൾ. കോസ്റ്റ് സെന്റർ വേണ്ട. വാറ്റ് റിട്ടേൺസ് യെസ്. ഇവിടെ നമ്മൾ പർച്ചേസ് 4% കൊടുക്കണം. വാല്യൂ അക്സസിബിൾ വാല്യൂ യെസ്. വാറ്റ് ബേസ്ഡ് ഓൺ വാല്യൂ സേവ് ചെയ്തു. എൻ്റർ അടിച്ചു. ഇനി നമുക്ക് പർച്ചേസ് ടാക്സ് വന്നിരിക്കുന്നത് എൻ്റർ ചെയ്യണം. പർച്ചേസ് നമുക്ക് 2 തരത്തിൽ പർച്ചേസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. 12%-യും 4%-യും. നമ്മൾ പർച്ചേസ് ടാക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇൻപുട്ട് ടാക്സ് എന്നാണ്. ഞാൻ ഓൾട്ട് സി സെക്കൻഡറി ലെഡ്ജർ ക്രിയേഷൻ കൊടുത്ത് ഇൻപുട്ട് ടാക്സ് എന്ന ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നു. 12.5%-നും 12.5%-നും 4%-നുമുള്ള ഇൻപുട്ട് ടാക്സ് ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇൻപുട്ട് ടാക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് അണ്ടർ ഗ്രൂപ്പ് ചെയ്യുന്നത് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് എന്ന ലെഡ്ജറിലാണ്. അവിടെ വാറ്റ് എന്ന സെക്ഷനാണ് വേണ്ടത്. അതിൽ ഇൻപുട്ട് വാറ്റാണ് നമ്മൾ പർച്ചേസിന് കൊടുക്കുന്നത്. സെയിൽസിന് ഔട്ട്പുട്ട് വാറ്റും. ഇവിടെ വാറ്റ് ക്ലാസ് നമ്മൾ 12.5% വാറ്റ് സെലക്ട് ചെയ്തു. കോസ്റ്റ് സെന്റർ വേണ്ട. ഇവിടെ റൗണ്ടിങ് മെത്തേഡ് നോർമൽ റൗണ്ടിങ് ലിമിറ്റ് 1 റുപ്പി നമ്മൾ സേവ് ചെയ്തു. ഓട്ടോമാറ്റിക്കായിട്ട് 12%-ന് എത്രയാണോ ടാക്സ് ഉള്ളത് അത് നമ്മൾക്കിവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത ലെഡ്ജർ ഞാൻ ഇൻപുട്ട് വാറ്റ് 4% എന്ന ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതും ഡ്യൂട്ടീസ് ആൻഡ് ടാക്സിലാണ്. വാറ്റ് എന്ന കോളത്തിൽ വരണം. ഇവിടെ ഇൻപുട്ട് വാറ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇൻപുട്ട് വാറ്റ് 4% എന്ന ഓപ്ഷനിൽ വരണം. ഇനി ഇവിടെ റൗണ്ടിങ് മെത്തേഡ് നോർമൽ റൗണ്ടിങ് ലിമിറ്റ് 1 ഇതും ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഓട്ടോമാറ്റിക്കായിട്ട് 4% വാറ്റും 12.5% വാറ്റും വന്നിട്ടുണ്ട്. നമുക്കിത് ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ Ctrl+N എന്ന ഓപ്ഷനാണ് കാൽക്കുലേറ്ററിന്റെ ഓപ്ഷൻ. നമ്മളത് എടുത്ത് 12% വാങ്ങിയത് 39,450 പ്ലസ് 49,100 ഈക്വൽ ടു 85,550. ഇത് ഇൻറ്റു 12.5 ഡിവൈഡഡ് ബൈ 100. എൻ്റർ അടിച്ചു. 11,068.75. നമ്മൾ റൗണ്ടിങ് കൊടുത്തിരുന്നു 1 രൂപ റൗണ്ട് ചെയ്യാനായിട്ട്. നോർമൽ റൗണ്ടിങ് മെത്തേഡിൽ 75 പൈസ 1 രൂപയാക്കി 69 ആക്കി വന്നിട്ടുണ്ട്. ഇനി അടുത്തത് 47,950 രൂപ ആണ് നമ്മൾ 4% പർച്ചേസ് ചെയ്തിരിക്കുന്നത്.
അത് ഇൻറ്റു 4/100 1918 എമൗണ്ട് എല്ലാം കൃത്യം തന്നെയാണ്. ഇനി എസ്കേപ്പ് അടിച്ചാലും നമുക്ക് നമ്മുടെ വർക്കിംഗ് ഏരിയയിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ എസ്കേപ്പ് എൻ്റർ അടിച്ച് ഷോ സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസ് എന്ന കോളത്തിലേക്ക് യെസ് എന്ന ലൊക്കേറ്റ് ചെയ്ത് ഞാൻ എൻ്റർ ചെയ്യുന്നു. ഇവിടെ വാറ്റ് എമൗണ്ട് 12,987 അസസബിൾ വാല്യൂ 6,36,500 രൂപയുമായി കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ബിൽ വൈസ് ഡീറ്റെയിൽസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നു. ഈ ബിൽ വൈസ് ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതിന്റെ ബേസിലാണ് നമ്മൾ പേയ്മെന്റ് കിട്ടുമ്പോൾ കുറച്ച് ആ എമൗണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ കസ്റ്റമേഴ്സിന്റെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആദ്യമായി നമ്മളൊരു സെയില് ബില്ല് എൻ്റർ ചെയ്യുമ്പോൾ ആ ബില്ലിന്റെ റെഫറൻസ് ന്യൂ റെഫറൻസ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ പാർട്ടിയുടെ പർച്ചേസിലാണെങ്കിൽ പാർട്ടിയുടെ സപ്ലയർ ഇൻവോയ്സ് നമ്പറും സെയിൽസിലാണെങ്കിൽ നമ്മുടെ ഇൻവോയ്സ് നമ്പറും റെഫറൻസ് നമ്പറായിട്ട് എടുക്കും. ഇനി ഡ്യൂ ഡേറ്റ് നമ്മൾ പാർട്ടിക്ക് ഡ്യൂ ഡേറ്റ് പാർട്ടി നമ്മൾക്ക് ഡ്യൂ ഡേറ്റ് തന്നിരിക്കുന്നത് 30 ദിവസമാണെന്ന് വിചാരിക്കാം. നമ്മളവിടെ കൊടുത്താൽ നമുക്ക് കറക്റ്റ് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഔട്ട്സ്റ്റാൻഡിങ് എടുക്കുമ്പോൾ ബ്രാക്കറ്റിൽ കാണിക്കും. എൻ്റർ അടിച്ചു, ഞാനിവിടെ സേവ് ചെയ്തു. അപ്പോൾ നമ്മൾ ബിൽ വൈസ് ഡീറ്റെയിൽസും കൊടുത്ത് സേവ് ചെയ്തു. ഇനി നമുക്കിവിടെ നരേഷൻ കൊടുക്കാം. ബീങ് purchase done from അല്ലെങ്കിൽ against bill number so and so. ഇനി നമുക്ക് എന്തെങ്കിലും നരേഷൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നരേഷൻ നമ്മളിവിടെ അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഞാൻ ഈ വൗച്ചർ സേവ് ചെയ്തു. പർച്ചേസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു പർച്ചേസ് കൂടി എൻ്റർ ചെയ്യാം. നമ്മളിപ്പോൾ സാംസങ്ങിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഇനി അടുത്ത പർച്ചേസ് നമ്മൾ ചെയ്യുന്നത് LG എന്ന കമ്പനിയിൽ നിന്നാണ്. അത് ഇൻവോയ്സ് നമ്പർ എൻ്റർ അടിച്ചു, പർച്ചേസ് ചെയ്തു, പർച്ചേസ് ഡീറ്റെയിൽസ് കൊടുത്തു, പർച്ചേസ് ഡേറ്റ് കൊടുത്തു. ഇനി പാർട്ടിയുടെ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ആയിട്ടാണ് ഇത് വാങ്ങിയത്. ഓൾട്ട് C കൊടുത്തു, LG ഇലക്ട്രോണിക്സ്. എൻ്റർ അടിച്ച് സണ്ടർ ക്രെഡിറ്റേഴ്സിൽ ക്രിയേറ്റ് ചെയ്തു. ബിൽ വൈസ് ഡീറ്റെയിൽസ് വേണം. ഇൻവെന്ററി വാല്യൂസ് കോസ്റ്റ് സെൻറ്റേഴ്സ് ഒന്നും വേണ്ട, ആക്സെപ്റ്റ് ചെയ്തു. ഇവിടെ നമ്മൾ കമ്പനി ക്രിയേഷൻ്റെ നമ്മളിവിടെ കൊടുത്തിരുന്നെങ്കിൽ ഇത് ഓരോ പ്രാവശ്യം നമുക്ക് കൊടുക്കേണ്ടി വരില്ല. അതുകൊണ്ട് കമ്പനി ക്രിയേഷൻ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇവിടെ അതുപോലെ തന്നെ LG ഇലക്ട്രോണിക്സിൻ്റെ ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒന്നുകൂടി കൺട്രോൾ എൻ്റർ അടിച്ച് LG ഇലക്ട്രോണിക്സിൻ്റെ ലെഡ്ജർ ക്രിയേഷൻ ഫോമിൽ പോയി. ഇവിടെ ഞാനൊരു F12 അവരുടെ ഫീച്ചേഴ്സ് കറക്റ്റ് ചെയ്യാൻ എടുക്കുകയാണ്. ഇവിടെ ഞാൻ അഡ്വാൻസ് എൻട്രീസ് മാസ്റ്റേഴ്സിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോട്ട്സ് ഫോർ ലെഡ്ജർ, അഡ്രസ് ഫോർ ലെഡ്ജർ അക്കൗണ്ടിന് യെസ് എന്ന് കൊടുത്താൽ, കോണ്ടാക്ട് ഡീറ്റെയിൽസ് യെസ് എന്ന് കൊടുത്താൽ ഇവിടെ നമുക്ക് എൻട്രി ചെയ്യുമ്പോൾ LG ഇലക്ട്രോണിക്സിൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസും എല്ലാം എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇവിടെ ഞാൻ എൻട്രി ചെയ്ത് കൊടുത്താൽ ഓരോ പ്രാവശ്യവും നമുക്ക് ആ എൻട്രിയിൽ ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഇൻഡർസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് എല്ലാം കറക്റ്റ് ചെയ്യാനായിട്ട് ഇത് നന്നായിരിക്കും. ഇവിടെ കോണ്ടാക്ട് പേഴ്സൻ്റെ പേര്, ടെലിഫോൺ നമ്പർ, മൊബൈൽ ഫോൺ നമ്പർ, ഫാക്സ് നമ്പർ ഉണ്ടെങ്കിൽ മെയില്, ആർക്കെങ്കിലും കോപ്പി വെക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അവരുടെ മെയിൽ ID കൂടി നമുക്ക് കളക്ട് ചെയ്യാം. ബാങ്ക് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം. പാൻ നമ്പർ, IT നമ്പർ, വാറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വേണം. അതൊന്നും നമുക്കിപ്പോൾ എൻ്റർ ചെയ്യണ്ട. നമ്മളിപ്പോൾ രജിസ്ട്രേഷൻ നമ്പർ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാൻ വേണമെങ്കിൽ എൻ്റർ ചെയ്ത് സേവ് ചെയ്താൽ വരുന്ന ഡാറ്റ നോക്കാം. ഇവിടെ നമ്മൾ LG ഇലക്ട്രോണിക്സ് എറണാകുളം ആ കൊടുത്ത അഡ്രസ് ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. ടിന്നും സെയിൽസ് ടാക്സ് നമ്പറും കൊടുത്തിരുന്നെങ്കിൽ അതും ഇവിടെ വന്നേനെ. ഞാൻ എസ്കേപ്പ് എൻ്റർ അടിച്ച് സേവ് ചെയ്തു.
ഇനി നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് LG ഇലക്ട്രോണിക്സിൽ നിന്നും ടെലിവിഷൻ, ഗോഡൗൺ, TV. ഇവിടെ ക്വാണ്ടിറ്റി 7 എണ്ണം. ഇത് പർച്ചേസ് 4%ലേക്കാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത് പഠിക്കാൻ വേണ്ടി. ഇനി LG വാഷിംഗ് മെഷീൻ വാങ്ങുന്നുണ്ട്. നമ്മൾ മെയിൻ ഗോഡൗണിലേക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 4 വാഷിംഗ് മെഷീൻ 8600 രൂപയ്ക്ക് വാങ്ങി. വാഷിംഗ് മെഷീൻ നമ്മൾ 12.5% പർച്ചേസിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാം കൃത്യമായിട്ട് ബില്ലിൽ കാണും, അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാം. ഇനി ഞാൻ LG വാഷിംഗ് മെഷീൻ 5 കിലോ അത് മെയിൻ ഗോഡൗണിലേക്ക് ഞാൻ കൊടുക്കുന്നു. 2 എണ്ണം വാങ്ങി. ഇത് 12.5% പർച്ചേസിലാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഔട്ട്പുട്ട് ടാക്സും ഇൻപുട്ട് ടാക്സ് നമുക്ക് കൊടുക്കാനായിട്ട് ഇൻപുട്ട് ടാക്സ് നമ്മൾ 12% ആദ്യം കൊടുത്തു. അടുത്തത് ഇൻപുട്ട് ടാക്സ് 4%. നമ്മളിങ്ങനെ എൻ്റർ ചെയ്ത് വരുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസ് കൊടുക്കണം. എൻ്റർ ചെയ്തു. ഇനി നമ്മൾ ബിൽ വൈസ് ഡീറ്റെയിൽസ് ബിൽ അലൊക്കേഷൻ ചെയ്ത് കൊടുക്കുന്നു. ന്യൂ റെഫറൻസ് ബിൽ നമ്പർ പർച്ചേസിൻ്റെ സപ്ലയർ ഇൻവോയ്സ് നമ്പറാണ് എടുത്തത്. ഇവിടെ അവരുടെ ക്രെഡിറ്റ് പീരീഡ് എത്ര നമ്മൾ അവിടെ LG ഇലക്ട്രോണിക്സ് നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുത്താൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അത് വന്നോളും. എൻ്റർ ചെയ്തു. നരേഷൻ എന്താ അത് കൊടുത്തിട്ട് നമ്മളിവിടെ സേവ് ചെയ്യണം. ഇനി നമുക്ക് ഒരു സെയിൽ എൻട്രി ചെയ്ത് പഠിക്കാം. സെയിൽ എൻട്രി F8 ആണ്. ഞാൻ കീബോർഡിൽ നിന്നും F8 പ്രസ് ചെയ്ത് സെയിൽ ഇൻവോയ്സ് എടുത്തിരിക്കുന്നു. നമ്മുടെ റെഫറൻസ് നമ്പർ 001 എന്ന് നമുക്ക് കൊടുക്കാം. നമ്മുടെ ആദ്യത്തെ സെയിൽ ക്യാഷ് ആയിട്ടാണ് നമുക്ക് സെയിൽ വന്നിരിക്കുന്നത്. ത്രൂ ഡെലിവറി നോട്ട് ആണെങ്കിൽ ഡെലിവറി നോട്ടിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ എൻ്റർ ചെയ്യാം. ഡെസ്പാച്ച് ഡോക്യുമെന്റ് നമ്പർ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ വിടുന്നതിന്റെ നമുക്കിവിടെ അടിച്ചു കൊടുക്കാം. ഓർഡർ നമ്പർ എന്ത് ഡീറ്റെയിൽസ് നമുക്ക് അതിലുണ്ടോ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കൊടുക്കാം. ടേംസ് ഓഫ് ഡെലിവറി ഇത് നമ്മുടെ കൺസൈനി ആണ്. ക്യാഷിൽ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കണമെന്നില്ല. ബയേഴ്സ് ഡീറ്റെയിൽസിൽ നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ അവരുടെ വാങ്ങണം. ഇത് നമ്മൾ ബില്ല് ചെയ്യാൻ പോകുന്നത് LG TV ഒരെണ്ണം നമുക്ക് സെയിലായിട്ടുണ്ട്. നമ്മൾ ഗോഡൗൺ ഏതാണ് ഏത് ഗോഡൗണിൽ നിന്നാണ് എടുത്തു. ഗോഡൗൺ TVയുടെ ഗോഡൗണിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തു. ഒരെണ്ണം റേറ്റ് വാറ്റ് ക്ലാസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. Alt C അടിച്ച് സെയിൽസ് 4% എന്ന ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു. സെയിൽസ് അക്കൗണ്ടിലാണ് പോവേണ്ടത്. ഇവിടെ ഇൻവെന്ററി വാല്യൂസ് എഫക്ട് ചെയ്യണം. കോസ്റ്റ് സെന്റർ വേണ്ട. വാറ്റ് റിട്ടേൺസ് യെസ്. സെയിൽസ് 4% സെയിൽസ് ഇതിൽ പോകണം. യെസ്. ഫാക്ട് കൗണ്ടിങ് മെത്തേഡ് ബേസ്ഡ് ഓൺ വാല്യൂ. പ്രൊവൈഡ് ബാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് വേണ്ട. സെയിൽസ് അക്കൗണ്ടിന് സത്യത്തിൽ ഇങ്ങനെ വരാൻ പാടില്ലാത്തതാണ്. F12 അടിച്ച് നമ്മൾ എല്ലാത്തിലും അത് കൊടുത്തിട്ടുണ്ടാവും. എല്ലാ ലെഡ്ജർ അക്കൗണ്ടിനും നമ്മൾ കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. നമ്മളവിടെ നോന്ന് കൊടുത്താൽ മാറിക്കോളും. എൻ്റർ അടിച്ചു. സേവ് ചെയ്തു. ഈ എൻ്റർ അടിച്ചാൽ നമുക്ക് അടുത്ത ഔട്ട്പുട്ട് ടാക്സ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനായി. അപ്പം നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് ഇല്ല. Alt C അടിച്ച് ഔട്ട്പുട്ട് ടാക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. %4% ഔട്ട്പുട്ട് ടാക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് ആണ് ഈ ലെഡ്ജർ പോവേണ്ടത്. വാറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഔട്ട്പുട്ട് വാറ്റ് കൊടുക്കുക. ഔട്ട്പുട്ട് വാറ്റിൽ തന്നെ നമ്മൾ 4% ഔട്ട്പുട്ട് വാറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കോസ്റ്റ് സെൻറ്റർ വേണ്ട. നോർമൽ റൗണ്ടിങ്
₹1 റൗണ്ട് ചെയ്ത് എൻ്റർ അടിച്ച് സേവ് ചെയ്യാം. ഔട്ട്പുട്ട് വാറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇതാണ് നമ്മുടെ സെയിൽ ബിൽ. ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കാം, നരേഷൻ കൊടുത്ത് നമുക്കത് സേവ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ സെയിൽസ് എൻട്രി ചെയ്യുന്നത്. ഒരു സെയിൽ എൻട്രി കൂടി നമുക്കിവിടെ ചെയ്ത് പഠിക്കാം. അടുത്ത ഡേറ്റ് ഞാൻ ചേഞ്ച് ചെയ്യുന്നു. 8-ാം തീയതിയാണ് അടുത്ത സെയിൽ വന്നിരിക്കുന്നത്. പാർട്ടി ഒരു ക്രെഡിറ്റ് പാർട്ടിയാണ്. ഓൾട്ട് സി എന്ന കൊടുത്ത് നമ്മൾ പാർട്ടിയുടെ പേര് കൊടുക്കുകയാണ്. ദിനേശ് ആൻഡ് കമ്പനി. കമ്പനിയിലേക്ക് സൺഡ്രി ക്രെഡിറ്റേഴ്സ് കൊടുക്കേണ്ടത്. മിൽവേസ് ബാലൻസ് വേണം. ഇൻവെന്ററി വാല്യൂ എഫക്ട് ചെയ്യേണ്ട. കോസ്റ്റ് സെൻറ്ററിൻ്റെയും ആവശ്യമില്ല. നമ്മളിവിടെ എൻട്രി അടിച്ചു കൊടുക്കുമ്പോൾ കമ്പനി പാർട്ടിയുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിവിടെ അടിച്ചു കൊടുക്കണം. എൻട്രി അടിച്ചു. നമ്മൾ ബയേഴ്സിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ ഡെസ്പാച്ച് ഡീറ്റെയിൽസും രണ്ടായിട്ട് നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. എൻട്രി അടിച്ചു. ഇപ്പം നമ്മൾ LGയുടെ TV വാങ്ങി. LGയുടെ TV ഗോഡൗണിൽ നിന്ന് എടുത്തു ഒരെണ്ണം. നേരത്തെ മുൻപ് സെയിൽ ചെയ്ത റേറ്റ് വന്നതിൻ്റെ വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് 9,750 എന്ന് മാറ്റി കൊടുക്കണമുണ്ട്. കുഴപ്പമില്ല. ഇനി അവർ സെയിൽസ് ലൊക്കേറ്റ് ചെയ്തു. ഒരു ഫ്രിഡ്ജ്, സാംസങ്ങിൻ്റെ ഒരു ഫ്രിഡ്ജ് കൂടി വാങ്ങിയിട്ടുണ്ട്. 220 ലിറ്റേഴ്സിൻ്റെ ഒരു ഫ്രിഡ്ജ് വാങ്ങി. ഫ്രിഡ്ജ് ഗോഡൗണിൽ നിന്ന് ₹1 12,000 നമ്മൾ വിറ്റത്. ഇവിടെ സെയിൽസ് 12% നമ്മളിത് വരുന്നത്. നമ്മൾ ഓൾട്ട് സി അടിച്ച് സെയിൽസ് 12.5% നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ വരുന്നത് സെയിൽസ് അക്കൗണ്ട്. ഇൻവെന്ററി വാല്യൂസ് അഫക്റ്റഡ് വേണം. ടൈപ്പ് ഓഫ് ലെഡ്ജർ അങ്ങനെ കിടന്നോട്ടെ. ഇവിടെ വാറ്റ് 10 years കൊടുത്ത് നമ്മൾ വാറ്റ് സെയിൽസ് നമ്മളിപ്പോൾ 12.5% സെയിൽസാണ് ക്രിയേറ്റ് ചെയ്തത്. 12.5% സെയിൽസ് നമ്മളിവിടെ എൻ്റർ ചെയ്തു. വാല്യൂ അസസിബിൾ വാല്യൂസ് കൊടുത്ത് വാറ്റ് ബേസ്ഡ് വാല്യൂ കൊടുത്തു. ഇതിൻ്റെ ക്ലാസ്. ഇനി നമ്മൾ ഔട്ട്പുട്ട് വാറ്റ് കൊടുക്കാം. ഔട്ട്പുട്ട് വാറ്റ് 4% ഔട്ട്പുട്ട് ടാക്സ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് വാറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഔട്ട്പുട്ട് വാറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഔട്ട്പുട്ട് വാറ്റ് 12% എൻ്റർ അടിച്ചു. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് എന്ന ലെഡ്ജറിലാണ് ഇത് വരേണ്ടത്. എൻ്റർ അടിച്ചു. വാറ്റ് ഇവിടെ ഔട്ട്പുട്ട് വാറ്റ് വരണം. ഔട്ട്പുട്ട് വാറ്റ് തന്നെ നമ്മൾ 12% ഔട്ട്പുട്ട് വാറ്റ് ഉണ്ട്. സെലക്ട് ചെയ്യുക. ഇനി നോർമൽ റൗണ്ടിങ് മെത്തേഡിലേക്ക് എടുത്ത് ₹1 നോർമൽ റൗണ്ടിങ്ങിൽ കൊടുത്ത് സേവ് ചെയ്തു. അപ്പോൾ 12% വാറ്റും 4% വാറ്റും വന്നു. നമ്മളിപ്പോൾ ചെയ്ത എൻട്രിയിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഔട്ട്പുട്ട് ടാക്സ് എന്നുള്ളത് നമുക്ക് തിരിച്ച് ഔട്ട്പുട്ട് വാറ്റ് ആക്കണമെങ്കിൽ ആ ലെഡ്ജർ എവിടെയാണോ കിടക്കുന്നത് ആ ലെഡ്ജർ സെലക്ട് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ച് എൻ്റർ കീ അടിച്ചാൽ നമുക്ക് ആ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത ഓപ്ഷനിൽ വരും. അവിടെ നമുക്ക് ഔട്ട്പുട്ട് ടാക്സ് എന്നത് തിരുത്തി ഔട്ട്പുട്ട് വാറ്റ് എന്നാക്കി കൊടുക്കാം. ഇനി ഇങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ തിരിച്ച് എൻ്റർ അടിച്ച് ലാസ്റ്റ് വരെ വരേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് കൺട്രോൾ A കൊടുത്താൽ നമുക്കത് സേവ് ചെയ്യാം. ഇനി നമ്മൾ എൻ്റർ അടിച്ച് ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസ് എസ് കൊടുത്ത് ഇതിപ്പോൾ നമ്മളൊരു സൺഡ്രി ക്രെഡിറ്റേഴ്സ്, മുൻപ് നമ്മളൊരു ക്യാഷ് ബില്ലാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ക്യാഷിൻ്റെ അലൊക്കേഷൻ ചെയ്യേണ്ടി വന്നിരുന്നില്ല. ഇത് നമ്മളൊരു ക്രെഡിറ്റ് സെയിൽ ചെയ്തതുകൊണ്ടാണ് നമുക്ക് വീണ്ടും ബിൽ വൈസ് ഡീറ്റെയിൽസ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ന്യൂ റെഫറൻസ് കൊടുത്തു. ബിൽ നമ്പർ 2, സെയിൽസ് ഇൻവോയ്സ് നമ്പർ 2 വന്നു. അവർക്ക് നമ്മളൊരു 15 ദിവസമാണ് ക്രെഡിറ്റ് പീരീഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 15 ദിവസം ക്രെഡിറ്റ് പീരീഡ് കൊടുക്കാം. നരേഷൻ കൊടുത്ത് നമുക്കിവിടെ സേവ് ചെയ്യാം.
ചെക്ക് ആയിട്ട് നമ്മൾ പാർട്ടിയുടെ കയ്യിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ കൂടിയും നമ്മൾ ക്രെഡിറ്റ് സെയിലാണ് എൻട്രി ചെയ്യേണ്ടത്. കൊടുക്കുമ്പോൾ നരേഷനിൽ ചെക്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഒരു റെസീറ്റ് എൻട്രി ബാങ്ക് റെസീറ്റ് ആയിട്ട് എൻട്രി ചെയ്ത് ഇടുകയാണ് വേണ്ടത്. ഇനി നമുക്ക് എസ്കേപ്പ് ചെയ്ത് നമ്മളിപ്പോൾ എൻറ്റർ ചെയ്ത സെയിൽസിൻ്റെ പർച്ചേസിൻ്റെയും രജിസ്റ്റർ ഒന്ന് വ്യൂ ചെയ്ത് നോക്കാം. അതിന് നമ്മൾ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേയിൽ പോയി അക്കൗണ്ട്സ് ബുക്കിലാണ് നമ്മൾ സെയിൽസ് പർച്ചേസ് രജിസ്റ്റർ നമ്മൾ നോക്കുന്നത്. അക്കൗണ്ട് ബുക്കിൽ സെയിൽസ് രജിസ്റ്റർ നോക്കിയാൽ നമ്മൾ ഇതുവരെ എൻ്റർ ചെയ്ത സെയിൽസ് രജിസ്റ്ററിൻ്റെ ഡീറ്റെയിൽസ് താഴെ നമുക്കതിനുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും കിട്ടും. നമ്മൾ ഇവിടെ ഒന്നും കൂടി എൻ്റർ ചെയ്താൽ നമ്മൾ ചെയ്ത എൻട്രീസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വ്യൂ കിട്ടും. ഇനി ഒന്നുകൂടി എൻ്റർ ചെയ്താൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ബില്ല് വ്യൂവിൽ വരും. എസ്കേപ്പ് ചെയ്തു. ഇവിടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓപ്ഷൻ ബില്ല് ഫുള്ളായിട്ട് കാണാതെ തന്നെ നമുക്ക് ഡീറ്റെയിൽഡ് ഓപ്ഷൻ വേണമെങ്കിൽ Alt F1 എന്ന കീ പ്രസ് ചെയ്താൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്യൂ കിട്ടും. ഇവിടെ എസ്കേപ്പ് ചെയ്തു. ഇതുപോലെ തന്നെ താഴെ പർച്ചേസ് രജിസ്റ്റർ ഉണ്ട്, അതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ പർച്ചേസ് രജിസ്റ്റർ. നമ്മളിനി സ്റ്റോക്ക്, നമ്മുടെ സ്റ്റോക്ക് എങ്ങനെയാണ് അതിൻ്റെ അതെന്ന് പറയാനായിട്ട് എസ്കേപ്പ് പ്രസ് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സിന് പകരം നമ്മൾ ഇൻവെന്ററി ബുക്സിലേക്കാണ് കടക്കേണ്ടത്. ഇൻവെന്ററി ബുക്സിലേക്ക് കടന്നാൽ സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ ലെഡ്ജർ കാണാം. ഓരോ ലെഡ്ജറും നമ്മൾ എടുത്താൽ നമ്മൾ വാങ്ങിയ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. ഗ്രൂപ്പ് സമ്മറിയിൽ റെഫ്രിജറേറ്റർ എടുത്തു. സാംസങ് റെഫ്രിജറേറ്റർ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിത് കൃത്യമായിട്ട് അറിയാം. ഇത് പർച്ചേസിൻ്റെ ഡീറ്റെയിൽ ആണ് വന്നിരിക്കുന്നത്. സാംസങ് നമ്മൾ പർച്ചേസ് ചെയ്തു. വിറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഔട്ട്വേർഡ് കോളത്തിലാണ് വരുന്നത്. നമ്മൾ എസ്കേപ്പ് അടിച്ച് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻവെന്ററി എടുത്താൽ നമ്മുടെ സ്റ്റോക്ക് ക്വയറി കിട്ടും. സ്റ്റോക്ക് ക്വയറിയിൽ നമുക്ക് റെഫ്രിജറേറ്ററിന്റെ സ്റ്റോക്ക് ക്വയറി നമുക്ക് നോക്കാം. ഇന്നത്തെ എൻട്രി നമുക്ക് ക്ലോസ് ചെയ്താൽ നമ്മൾ എസ്കേപ്പ് ചെയ്ത്